ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് കത്തോലിക്ക മുഖപത്രം. മതന്യൂനപക്ഷം കേരളത്തിലൊഴികെ അരക്ഷിതാവസ്ഥയിലാണ്. ഛത്തീസ്ഗഡും ഒറീസയും അടക്കം കേരളത്തിന് പുറത്ത് കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും എന്നതാണ് സ്ഥിതിയെന്നും ദീപികയിൽ വിമർശനം. ക്രിസ്തുമസും ഈസ്റ്ററും ആഘോഷിക്കാൻ സംഘപരിവാർ ഔദാര്യം വേണ്ടിവരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രാജ്യത്തെങ്ങും ക്രിസ്ത്യാനികൾ പീഡനം നേരിടുകയാണെന്നും കേരളത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമെന്നും ഭാവിയിൽ കേരളവും ഭീഷണിയിലാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. വളരെ ശക്തമായ മുഖപ്രസംഗമാണ്. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. രൂക്ഷമായ ഭാഷയിലാണ് കത്തോലിക്ക സഭയുടെ മുഖപത്രം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതിരൂക്ഷമായ ഭാഷയിലാണ്. അടുത്ത കാലത്തൊന്നും ഇത്രയും ശക്തമായ ഭാഷ ഉപയോഗിച്ച് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ പ്രശംസാപത്രവും കേരളത്തിന് പുറത്ത് കുറ്റപത്രവും എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. കേരളത്തിൽ മാത്രം ജീവിക്കുന്ന വിഭാഗമായി മാറേണ്ടി വരുമോ എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് ടി വി പ്രസാദ്. എത്ര രൂക്ഷമാണ് ഈ വിമർശനം? ഗുഡ് മോർണിംഗ്. ഉറപ്പായും അരുൺ, ബി.ജെ.പിയുടെ നിലപാടുകളെയും ബി.ജെ.പിയെയും തന്നെ പൂർണ്ണമായും തള്ളുന്ന ഒരു മുഖപ്രസംഗമാണ് ആ സഭയുടെ പത്രമായ ദീപിക മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. സമീപകാലത്ത് നമുക്കറിയാം, ആ ക്രിസ്ത്യാനികളെ വലിയ തോതിൽ തങ്ങളുടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനുള്ള വലിയ നയപരിപാടികൾക്കാണ് കേരളത്തിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബി.ജെ.പി. നേതൃത്വം ശ്രമിച്ചത് എങ്കിൽ അതിനുള്ള കനത്ത തിരിച്ചടിയായി ഇത് മാറുന്നു എന്നുള്ളതാണ്. രാജ്യമാകെ ക്രിസ്ത്യാനികൾ ആശങ്കയിലാണ് എന്ന വിവരമാണ് ഈ മുഖപ്രസംഗത്തിൽ അമ്പാടെ പറയുന്നത്. ക്രിസ്മസ് ആഘോഷിക്കാൻ, ഈസ്റ്റർ ആഘോഷിക്കാൻ പോലും ഹൈന്ദവ സംഘടന, ഈ പറയുന്ന ബി.ജെ.പിയുടെ അല്ലെങ്കിൽ സംഘപരിവാരങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഛത്തീസ്ഗഡിലും ഒറീസയിലും ഉൾപ്പെടെ വലിയ പീഡനമാണ് ക്രിസ്ത്യാനികൾ ഏറ്റുവാങ്ങുന്നത്. നിലവിൽ സുരക്ഷിതമായ സ്ഥലം കേരളമാണ് ക്രിസ്ത്യാനികൾക്ക്. പക്ഷെ ഭാവിയിൽ അതും ആശങ്ക ഉയർത്തുന്നതാണ് എന്നതാണ് അരുൺ. ഈ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: ക്രിസ്ത്യാനികളല്ല, കന്യാസ്ത്രീകളല്ല ബന്ദി, മതേതര ഭരണഘടന എന്നാണ് അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ട് കന്യാസ്ത്രീകളെയല്ല, മതേതര ഭരണഘടനയാണ് വർഗീയവാദികൾ ഛത്തീസ്ഗഡിൽ വിചാരണ ചെയ്തത് എന്നും കൃത്യമായി പറയുന്നു. ഇന്നലെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങും തൊടാതെയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്ന ഒരു വിമർശനം ഇന്നലെ തന്നെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെല്ലാം പറയുന്നുണ്ടായിരുന്നു. അതുകൂടി ഇതിനകത്തുണ്ട്. അതായത് കേരള നേതൃത്വത്തിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഈ മുഖപ്രസംഗം എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് അരുൺ. ഇതിൽ സമീപകാലത്തൊന്നും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിലുള്ള വിമർശനമാണ് ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം 4316 അതിക്രമങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായി എന്ന കണക്കടക്കം വെച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗത്തിൻ്റെ അവസാന ഖണ്ഡിക അത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ന്യൂനപക്ഷങ്ങൾ കേരളത്തിലൊഴിച്ച് ഏതാണ്ട് എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലാണ് എന്ന് മുഖപ്രസംഗം പറയുന്നു. ബി.ജെ.പി. വിചാരിച്ചാൽ വർഗീയതയെ തളയ്ക്കാം. പക്ഷേ അധികാരത്തിൻ്റെ ആ അക്രമോത്സവ രഥം കേരളത്തിൽ മാത്രമായി ഒഴിവാക്കാനാകുന്നില്ല. ഛത്തീസ്ഗഡിലും ഒറീസയിലും ഉൾപ്പെടെ കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും കൊടുക്കുന്ന രാഷ്ട്രീയം ഹിന്ദുക്കളും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന മതേതര സമൂഹം തിരിച്ചറിയുന്നുണ്ട്. ബി.ജെ.പിയുടെ വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുന്നില്ലെന്ന് കേരള ഘടകത്തെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്. സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ അതിരൂക്ഷമായ ബി.ജെ.പി. വിമർശനമാണ് ദീപിക മുഖപ്രസംഗത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് അരുൺ.